എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പ്രത്യേക സാധനമായിട്ട് വന്നിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിമ്പനയില്ലേ, കരിമ്പനയുടെ നൊങ്ക് മൂത്ത് കേട്ടിട്ട് അതിന്റെ നൊങ്ക് മണ്ണിലിട്ട് മുളപ്പിച്ചെടുക്കുന്ന സാധനമാണ്. ഇത് മുളയാണ് അതിന്റെ. അപ്പൊ ഇത് കണ്ടു, ഇതാണ് വേര്, ഇത് വേരാണ്. അപ്പൊ മുള ഇത് ഇല വരുന്നത്. അപ്പൊ അതാണ് ഇത്. അപ്പൊ ഇത് നമ്മൾ സാധാരണ ഇത് വേവിച്ച് നമ്മൾ കഴിക്കും. സാധാരണയായിട്ട് നമുക്ക് കപ്പ കഴിക്കുന്ന പോലെ തന്നെയാണുള്ളത്. കപ്പ പിന്നെ കുറച്ച് വേരിന്റെ അംശം എന്ന് വെച്ചാൽ നാര് കൂടുതലായിട്ട് കാണും. അപ്പൊ ഞാനിത് എങ്ങനെയാ വേവിക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. മണ്ണിനകത്ത് കിടന്നല്ലേ, അപ്പൊ കപ്പ കഴുകുന്ന പോലെ തന്നെ കഴുകിയെടുക്കണേ. അപ്പൊ ഞാനിതിങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കപ്പ ആദ്യമേ തൊലി കളയും. അപ്പൊ ഇത് തൊലി ഇപ്പൊ കളയല, നമ്മൾ ഇതിന്റെ അറ്റം മാത്രം ഒന്ന് കണ്ടിച്ച് കളയുവാണേ. അപ്പൊ ഇത് നമ്മളിങ്ങനെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇങ്ങനെ ഒരു പാത്രം എടുക്കുക, ഇടാം. അതിനുശേഷം ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ. ഇത് വേകാനായിട്ട് ഒരു 20 മിനിറ്റ് വെക്കാം. നല്ലപോലെ തിളച്ചിട്ട് തീ കുറച്ച് വെക്കണം. പേരാണ് പനങ്കിഴങ്ങ് എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ പനങ്കിഴങ്ങ് നമുക്ക് വെന്തിട്ടുണ്ട്. ഇതിന്ന് വെള്ളം ഊറ്റിക്കളയാവേ. ചൂടാണ്, ചൂട്. ഇതിന്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇതേ കണ്ടോ, വേണേ ചെയ്യാലോ. നമ്മുടെ കപ്പയുടെ അത്ര പുട്ടുപോലെ അങ്ങനെയൊന്നും ഇരിക്കില്ല കേട്ടോ. കഴിക്കാൻ പറ്റും, ഒരു കട്ടി പോലെ ഉണ്ടാവും. ഇങ്ങനെ കട്ടിയായിട്ടേ ഇരിക്കും. നമ്മൾ സാധാരണ കപ്പ കഴിക്കുന്ന പോലെ ഉള്ളിയും മുളകും ഉപ്പും കൂടെ ഇട്ട് ചതച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതെങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാ ഇങ്ങനെ അപ്പം ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കപ്പ പോലെയാണ്, പക്ഷെ നാല് കൂടുതലുണ്ടല്ലേ എന്താ ചേട്ടാ. ഇങ്ങനെ നാല് വരും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നൊങ്കിന്റെ മുളപ്പിച്ചത് പനങ്കിഴങ്ങ് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കപ്പയൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. അതുപോലെ കുഴഞ്ഞു വലിയതേ ഉള്ളൂ. അതുപോലെ വെന്ത് നല്ലപോലെയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. അതുപോലെ തന്നെ ഹാർട്ടിന് നല്ലതെന്നാ പറഞ്ഞത്. കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന് അത് എങ്ങനെ നല്ലതാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞങ്ങൾക്ക് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ